പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഒരു ദിവസം കൂടി അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ അന്നു വേണ്ട ആഹാരം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ കൃപ സമർത്ഥമായിട്ട് ഞങ്ങളുടെ മക്കളിലേക്ക് ചൊരിയപ്പെടുവാൻ ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഈ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടിയുള്ളത് അങ്ങ് കൈക്കൊള്ളണമേ. സ്വർഗത്തിന് ഇഷ്ടപ്പെട്ട വലിയ പ്രാർത്ഥനയാണല്ലോ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് അനേക മക്കളെ ആനയിക്കണമേ. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കളെയും ഈ ശുശ്രൂഷ അനേകരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഇത് ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷ അനേകായിരങ്ങളിലേക്ക് ലക്ഷങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അനേക മാതാപിതാക്കൾ ഉണർന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അഭിഷേക ശുശ്രൂഷയായിട്ട് മാറട്ടെ. അതിനായി ഈ സുവിശേഷ വേലയിലേക്ക് എല്ലാ മക്കളെയും ആനയിക്കണമേ. കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കണമേ. അമ്മ മാതാവേ, ഈശോദേവസ്യ പിതാവേ, ഉണ്ണീശോയെ, തിരുക്കുടുംബത്തിന്റെ നിറസാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉടനീളം എല്ലാ മക്കൾക്കും എല്ലാ മേഖലകൾക്കും എല്ലാ കുടുംബങ്ങൾക്കും അനുഭവവേദ്യമാകത്തക്ക വിധം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മക്കളെ, വിശ്വാസത്തോടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന തുടരാം. അന്നു വേണ്ട ആഹാരം നമ്മുടെ മക്കൾക്കായി വാങ്ങിച്ചു കൊടുക്കുന്ന ഈ വലിയ കൂട്ടായ്മയോർത്ത് സ്വർഗം ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലേക്ക് അനേകം കുടുംബങ്ങളെ, അനേകം മക്കളെ കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന് ഈശോ നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ശുശ്രൂഷ അനേക മക്കൾക്ക് ഷെയർ ചെയ്യണം, പങ്കു ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ അനേകരോട് പറയണം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ മക്കളെ ഉയർത്തിപ്പിടിക്കാം. ദൈവകൃപയിൽ അഭിഷേകത്തിന് തീക്കെടാതെ നമ്മുടെ മക്കൾ ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായിട്ട് മാറട്ടെ, ജയിക്കട്ടെ, വിജയം കൈവരിക്കട്ടെ. ഒരു പിശാചും നമ്മുടെ മക്കളെ തൊടാൻ ഇടയാക്കരുത്. നമ്മുടെ ഉത്തരവാദിത്വമാ. അത് ഏറ്റെടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം ഇതാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 23-ാം വചനം. നമ്മിങ്ങനെ വായിക്കുകയാണ്. അവൻ യേശുവിന്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു, എന്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. യേശു അവന്റെ കൂടെ പോയി. ഒരു അപ്പന്റെ കൊച്ചുമകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആരാണവൻ? ജായിറൂസ്. ഈശോ ഇതാ വന്നിറങ്ങിയുള്ളൂ കടൽ തീരത്ത്. ആ സമയത്ത് അനേകം ജനങ്ങള് ഒരുമിച്ച് കൂടി. ആ സമയത്താണ് ഈ ജായിറൂസ് എന്ന് വരുന്ന സിനഗോഗ് അധികാരി വന്ന് കാൽക്കൽ വീണ് കേണപേക്ഷിക്കുക. കാര്യം പറയാ, എന്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുക, യേശുവേ അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തണം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തില് മക്കൾക്ക് വേണ്ടി കർത്താവിലേക്ക് ഓടി വന്ന് ഇതുപോലെ നമ്മളും പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കള് മരിക്കാറായി കിടക്കുന്നു. ചില മക്കൾ ഇതിനോടകം മരിച്ചു കഴിഞ്ഞു. പാപത്തില്, ജഡികാസക്തിയില്, തോൽവിയില് ഒക്കെ മരിച്ചു കഴിഞ്ഞു. ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലും ജഡത്തിലാണ്, ആത്മാവിൽ മരിച്ചു. അങ്ങനെ കഴിയുന്ന അവസ്ഥകള്.
ഇനി ഒത്തിരിയേറെ മക്കള് രോഗബാധിതരായി കിടക്കുന്നുണ്ട്. ഇന്നലെ ഒരു അമ്മച്ചി പറയായിരുന്നു, അമ്മച്ചിയുടെ മകൾ 16 വയസ്സുള്ളൂ, കിഡ്നി മാറ്റിവെച്ചു. ഇപ്പോൾ ആ മാറ്റിവെക്കപ്പെട്ട കിഡ്നിയും ഫെയിലിയർ ആയിരിക്കുന്നു. ഈ അവസ്ഥയിൽ കിഡ്നി വീണ്ടും മാറ്റിവെക്കേണ്ടി വരും. വേദനിക്കുന്ന മക്കൾ, ഇതുപോലെ രോഗികളായ അനേക മക്കൾക്ക് വേണ്ടി വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട്. നമ്മളിന്ന് പ്രത്യേകിച്ചും ശാരീരികമായിട്ടും മാനസികമായിട്ടും രോഗാവസ്ഥയിൽ കഴിയുന്ന നമ്മുടെ മക്കളെ പിശാച് പിടിച്ച് അടിപ്പെടുത്തി ആത്മീയമായിട്ട് രോഗഗ്രസ്തരാക്കി മാറ്റിയിരിക്കുന്ന മക്കളെ കർത്താവിന്റെ അരികിലേക്ക് കൊണ്ടുവരിക. ഈശോയോട് പറ, കണ്ണീരോടെ പറ. ജൈറൂസ് കാൽക്കൽ വീണ് സാഷ്ടാംഗം വീണ് കേണപേക്ഷിച്ചു, കർത്താവേ എന്റെ കൊച്ച് മരിക്കാറായി, എന്റെ കൊച്ച് രോഗാവസ്ഥയിലാ, എന്റെ കൊച്ച് അടിമത്തത്തിലാ. ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ നശിക്കും, കേസിൽപ്പെടും, അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ അവൻ നശിക്കും. നമ്മുടെ മക്കളുടെ പല പല അവസ്ഥകളാ. അപ്പനെ കൊല്ലുന്ന മക്കള്, അമ്മയെ തല്ലുന്ന മക്കള്, സഹോദരങ്ങളെ കൊല്ലുന്ന മക്കള്, ഏത് പൈശാചിക പ്രവൃത്തിക്കും അടിയില്ലാത്ത വിധം ആത്മീയമായിട്ട് രോഗാവസ്ഥയിൽ പിശാച് അടിമപ്പെടുത്തിയ മക്കള്, ശാരീരികമായ രോഗത്തിൽ മരണത്തിലേക്ക് നയിക്കുന്ന രോഗത്തിന് അടിമത്തിപ്പെട്ടു പോയ മക്കള്, മാനസികമായിട്ട് തകർന്ന് പേടിച്ച് വിറച്ച് ഉത്കണ്ഠപ്പെട്ട് തകർന്നു പോയ മക്കള്. ഒത്തിരി മക്കളുടെ അവസ്ഥ നമുക്കറിയാലോ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ജൈറൂസിനെ പോലെ നമുക്ക് കർത്താവിന്റെ അരികിലേക്ക് ഓടി വരാം, ഒരുമിച്ച് ഈശോയോട് പറയാം, ഈ അവസ്ഥ പറയാം. നോക്കി, അങ്ങനെ പറഞ്ഞപ്പോ യേശു ചെയ്ത പ്രവൃത്തിയുണ്ടോ? ഈശോ അവന്റെ കൂടെ പോയി. ഞാൻ ഓർക്കാണ്, ജനക്കൂട്ടം മുഴുവനും ഈശോയുടെ കൂടെ ഉണ്ട്. ഈ ഒരുത്തൻ വന്ന് കൊച്ചിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോ അവന്റെ പ്രാർത്ഥന കേട്ട് അവന്റെ കൂടെ ഈ ജനക്കൂട്ടത്തെ വിട്ടിട്ട് ഈശോ പോവാ. ഈശോ അവന്റെ കൂടെ പോവാ എന്ന് പറഞ്ഞാൽ, ഒരു കൊച്ചിനു വേണ്ടി ഒരു അപ്പന്റെ പ്രാർത്ഥന ഈശോ അതുപോലെ വിലമതിക്കുന്നുണ്ട് മക്കളെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, മക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഈ പ്രാർത്ഥന ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ്. അതിനാൽ തന്നെ ഈശോ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ മക്കളെ തൊട്ട് നമ്മുടെ മക്കളെ സുഖപ്പെടുത്തും, മരിച്ച അവസ്ഥയിൽ നിന്ന് ഉയർപ്പിക്കും, ഉറപ്പ്. നമുക്കറിയാം, ഈശോ ആ വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും ആ കൊച്ചു മരിച്ചിരുന്നു. യാനൂസിന്റെ കൊച്ചു മരിച്ചിരുന്നു. ഈശോ ആ കൊച്ചിനെ ഉയർപ്പിച്ചു. ഏത് മരിച്ച അവസ്ഥയിൽ നിന്നും പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നിങ്ങൾ വിഷമിക്കരുത്, സങ്കടപ്പെടരുത്. ഈ പ്രാർത്ഥനയിൽ യേശു നമ്മുടെ കൂടെ വരും. ഏത് മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിന്റെ മക്കള് അകപ്പാടെ മരിക്കാറായി കിടക്കായിരിക്കും, ചിലപ്പോ ഇപ്പൊ മരിച്ചിട്ടുണ്ടാവും, എന്നാലും യേശു വരും. യേശു വരും. വന്ന കർത്താവ് ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. അവൻ മരിച്ച കർത്താവല്ല, ഇന്നും ജീവിച്ച് നമ്മുടെ കൂടെ വസിക്കുന്ന ദിവ്യകാരുണ്യ നാഥനെ വിളിച്ച് നമ്മളും ഇതുപോലെ പ്രാർത്ഥിച്ചാൽ, പ്രിയപ്പെട്ട മക്കളെ, വിശ്വസിക്കുക, കർത്താവ് വരും. അപ്പോ ആ സമയത്ത് ഭൃത്യന്മാര് വന്ന് പറയുന്നുണ്ട്, ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, കൊച്ചു മരിച്ചു. ഈശോ പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കേട്ടോ, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അത് മതി. ഞാൻ വരും, ഞാൻ ജീവൻ നൽകുന്ന കർത്താവാ. നീ നിരാശപ്പെടരുത് കുഞ്ഞെ, അപ്പച്ച അമ്മച്ച് നിരാശപ്പെടരുത്. നിന്റെ കൊച്ചു മരിച്ചു എന്ന് വിചാരിച്ച് നീ സങ്കടപ്പെടരുത്. ഈ അവസ്ഥയിൽ നിന്നും നമ്മുടെ മക്കളെ രക്ഷിക്കാൻ സാധിക്കുന്ന കർത്താവ് പറയാ, വിശ്വസിക്കുക മാത്രം ചെയ്യുക, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, വലിയ പ്രത്യാശയോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ ഈ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോ അതിന് സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടലുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടത്തില് ഇതുപോലെ മക്കൾ നശിച്ച് തകർന്നു പോകുമ്പോ ഇതുപോലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പന്മാരും അമ്മമാരും വേണം. അതിന്റെ കൂട്ടായ്മയാണ് നമ്മുടെ ഈ കാർമൽ മീഡിയയിലൂടെ ഈ സമയത്ത് കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഡെയിലി ബ്രെഡും ഇനി വരാൻ പോകുന്ന മക്കൾക്ക് വേണ്ടിയുള്ള മറ്റ് പല പ്രാർത്ഥനകള്, വിടുതൽ പ്രാർത്ഥനകള്, അഭിഷേക പ്രാർത്ഥനകള്, ശക്തീകരണ പ്രാർത്ഥനകള്, ഇതിലേക്കൊക്കെ നമുക്ക് ഒരുമിച്ച് സ്ഥിരതയോടെ നിൽക്കാം. ഈ ലോകം, ഈ കാലഘട്ടം അച്ഛൻ എപ്പോഴും പറയാനുണ്ടല്ലോ, തിന്മ നിറഞ്ഞ കാലഘട്ടമാ. അതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന. കാരണം ഇന്ന് കുടുംബം ഉണ്ടോ, ആ കുടുംബത്തിൽ മക്കളോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളാണ് 99%. അതുകൊണ്ട് മറ്റേത് പ്രാർത്ഥനയെക്കാളും ഈ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണേ. ഏത് അനുഗ്രഹത്തെക്കാളും
ഈ അനുഗ്രഹത്തിന് പ്രാധാന്യം കൊടുക്കണേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, വീണ്ടും അച്ഛൻ പറയാണ്, ഈ ശുശ്രൂഷ ഇതുപോലെ പോയാ പോരാ, അനേകരിലേക്ക് എത്തണം, അനേകരിലേക്ക് വേണ്ടി പങ്കുവെച്ചു കൊടുക്കണം, അനേക മാതാപിതാക്കൾ ഉണരണം, അനേകം മക്കൾ യേശുവിലേക്ക് മക്കൾക്ക് വേണ്ടി വരണം, യേശുവിനെ കൂടെ കൊണ്ടുപോകണം, യേശുവിനെ ശക്തമായ ഇടപെടൽ വിളിച്ച് വരുത്തി ഇടപെടുത്തിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ജയറൂസിനെ പോലെ നമുക്ക് ഒരുമിച്ച് കർത്താവിലേക്ക് ഓടിയണയാം. മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ കാൽക്കൽ വീണ് സാഷ്ടാംഗം വീണ് പറയാം, കർത്താവേ അങ്ങ് വരണം, എന്റെ കൊച്ചിനെ തൊടണം, അങ്ങ് തൊട്ടാൽ കർത്താവെ എന്റെ കുഞ്ഞ് സുഖം പ്രാപിക്കും. കർത്താവ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുക മാത്രം ചെയ്യുക, അത്ഭുതം ദർശിക്കും. വേറൊന്നും ചിന്തിക്കണ്ട. ഏതവസ്ഥയിലും ആകട്ടെ, ഈശോ വരും. പ്രാർത്ഥനയോടെ ദിവ്യകാരത്തിൽ പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, മക്കളെ ശുശ്രൂഷ അനേകം മക്കളെ എത്തിച്ചു കൊടുക്കണേ. അതൊരു സുവിശേഷ വേലയുടെ എല്ലാവരും എടുക്കുക. നിങ്ങൾ ഏറ്റെടുക്ക്. അനേക മാതാപിതാക്കൾ ഉണരട്ടെ, അതിലൂടെ മക്കൾ ഉണരട്ടെ, കുടുംബങ്ങൾ ഉണരട്ടെ, സഭ ഉണരട്ടെ, പൗരോഹിത്യം ഉണരട്ടെ, സന്യാസ ജീവിതങ്ങൾ ഉണരട്ടെ. ഉദാശ ജീവിതത്തിൽ അഭിഷേക ശക്തിയാൽ കർത്താവിന്റെ സാന്നിധ്യം നിറയപ്പെടുമാറാകട്ടെ. യേശുനാമത്തിൽ വലിയ ആഗ്രഹത്തോടെ അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ഈ ആഗ്രഹം ഏറ്റെടുത്ത് നിങ്ങളും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും മക്കളെ. ദൈവം അതിനുവേണ്ടി പ്രത്യേകം നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യേശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന കർത്താവാണല്ലോ അങ്ങ് എന്നുള്ള ഉറപ്പിച്ച് നൽകിക്കൊണ്ട് ഇന്നത്തെ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആ വലിയ വിശ്വാസത്തോടെ ജായറൂസിനെ പോലെ അങ്ങേ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് അങ്ങേ തൃപ്പാദത്തിങ്കൽ സാഷ്ടാംഗം വീണുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ മക്കളുടെ അവസ്ഥകള്, രോഗപീഠകള്, അവരനുഭവിക്കുന്ന തടസ്സങ്ങള്, നിസ്സഹായതകള്, ആത്മീയവും ശാരീരികവും മാനസികവുമായ രോഗപീഠകള്, മരിക്കാറായി കിടക്കുന്ന അവസ്ഥകള്, കർത്താവേ അങ്ങ് വന്ന് ഞങ്ങളുടെ മക്കളെ തൊട്ട് സുഖപ്പെടുത്തണമെന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക്, അവർ കിടക്കുന്ന കിടപ്പിലേക്ക്, അവരായിരിക്കുന്ന അവസ്ഥകളിലേക്ക്, ഓ കർത്താവേ അങ്ങ് വന്ന് ഞങ്ങളുടെ മക്കളെ തൊട്ട് സുഖപ്പെടുത്തണം. ഈശോയെ, അങ്ങേക്കല്ലാതെ മറ്റാർക്കും അതിന് സാധിക്കത്തില്ല. കർത്താവ്, ഞങ്ങളങ്ങിൽ വിശ്വസിക്കുന്നു, ഞങ്ങളങ്ങിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുന്നു. അങ്ങാണ് ഏകരക്ഷകൻ, അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. കർത്താവെ, അങ്ങ് പറഞ്ഞില്ലേ, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അത്ഭുതം ദർശിക്കും. അങ്ങനെ ആ മരിച്ചുപോയ കൊച്ചിനെ ഉയർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ പരമാധികാരവും അങ്ങയുടെ ശക്തിയും മക്കളിൽ പ്രകടമാക്കിയ കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിലും അങ്ങ് ഇടപെടണം. ഈ ശുശ്രൂഷയില് അനേക മക്കള് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. വാട്സപ്പിലൂടെ, ഫോൺ വിളിച്ചും കമന്റിലുമൊക്കെ അനേക മക്കള് കർത്താവെ നിരവധിയായ പ്രാർത്ഥനാ വിഷയങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗങ്ങളിലേക്ക്, ഈ പ്രാർത്ഥനകളിലേക്ക് കർത്താവെ അങ്ങ് വരണം. ഞങ്ങളുടെ മക്കളെ അങ്ങ് തൊടണം, അങ്ങ് സുഖപ്പെടുത്തണം. ഈശോയെ, മാതാപിതാക്കളുടെ പ്രാർത്ഥന കേട്ട്, ജായറൂസിന്റെ പ്രാർത്ഥന കേട്ട് അവന്റെ കൂടെ പോയ കർത്താവെ, ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ വീട്ടിലേക്ക്, ഞങ്ങളുടെ മക്കളുടെ അരികിലേക്ക്, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് അങ്ങ് കടന്നു വരണം, അങ്ങ് കടന്നു വരണം. എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്, അടിമപ്പെട്ട് കിടക്കുകയാണ്, ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്, മാരക രോഗാവസ്ഥയിലാണ്, മരണക്കിടക്കയിലാണ്, ആത്മീയമായി ആകപ്പാടെ തകർന്നിരിക്കുന്നു. ഉദാശ വിട്ടു, ദേവാലയം വിട്ടു, പ്രാർത്ഥന വിട്ടു, ആകപ്പാടെ മരണവക്കിലാണ്. യേശുവേ, മാനസികമായി തകർന്ന് ഭയത്തിലും നിരാശയിലും വിഭ്രാന്തിയിലും ഒത്തിരിയേറെ തകർന്ന് മരുന്ന് കഴിച്ച് ഇന്ന് അനേക മക്കള്, ഞങ്ങളുടെ മക്കള് ആശുപത്രിയിലാണ്, മാനസിക രോഗ ആശുപത്രിയിൽ ഇതാ കിടക്കുകയാണ്. ഈശോയെ, അങ്ങ് വരണം, അങ്ങ് തൊടണം, അങ്ങ് സുഖപ്പെടുത്തണം. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. മക്കളെ, മാതാപിതാക്കളെ
കർത്താവിലേക്ക് കരമുയർത്തി സാഷ്ടാംഗം പ്രണമിച്ച് എളിമയോടെ കർത്താവേ നീ വരണം, നീ തൊടണം, നീ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ മക്കളെ ഉയർത്തി സമർപ്പിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അടിയോടെ പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, അങ്ങേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വരണമേ കർത്താവേ, നീ വന്നു ശാന്തിയേകോ, നീ വന്നു സൗഖ്യമേകോ, നീ വന്നു ജീവനേകോ, മക്കളിൽ വാസമാകൂ. കർത്താവേ അങ്ങ് വരണം, കർത്താവേ അങ്ങ് തൊടണം, കർത്താവേ അങ്ങ് സൗഖ്യപ്പെടുത്തണം, കർത്താവേ അങ്ങ് സമാധാനപ്പെടുത്തണം. അങ്ങ് ഞങ്ങളുടെ മക്കളിൽ വസിക്കണം, അങ്ങ് ഞങ്ങളുടെ മക്കളെ നയിക്കണം, ഞങ്ങളുടെ മക്കളെ നിയന്ത്രിക്കണം. അങ്ങയുടെ സൗഖ്യത്തില്, സമാധാനത്തില്, ജീവനില്, വിശുദ്ധിയില്, ശക്തമായ സംരക്ഷണത്തില് ഞങ്ങളുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ. അഭിഷേകത്താൽ നിറച്ച്, സന്തോഷത്താൽ നിറച്ച്, അങ്ങയുടെ ശക്തിയാൽ നിറച്ച് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് എല്ലാം പരമേൽപ്പിച്ച് ഈശ്വരാശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.